അങ്ങനെ ആറാട്ടണ്ണന്റെ ആറ ആർ ഐ എന്തൊരു സാധനം, നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി. ഈ നെയ്യാറ്റിങ്കര ഗോപൻ ഒന്ന് അപ്പം മനസ്സിൽ അത് കയറി വരികയാണെന്ന് വിചാരിക്കരുത്. ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഭ്രാന്തികൾ വന്നു കഴിഞ്ഞാൽ എന്നോട് കുറ്റം പറയരുത്. കാരണം എനിക്ക് ഈ വീഡിയോസ് കണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ലെവലായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സദാനന്ദൻ കറക്റ്റ് പേരാണിത് ഇദ്ദേഹത്തിന്, സദാനന്ദന്റെ സമയം അല്ലെ, ആ ഒരു ലെവൽ കാറ്റഗറിയാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് കാണുക. ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എൻ്റെ അച്ഛൻ സമാധിയായത് ഈ ക്ഷേത്രത്തിന് സമീപത്തടുത്താണ്. ഈ സമാധിയെ തുടർന്ന് മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കുകയായിരുന്നു. അനന്തൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമൊന്നും അവിടെ നേരിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം മാഡം. ഞാൻ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം. ഒരു ട്യൂഷൻ ടീച്ചറോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ മറുചോദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതേപോലെയാണ് ആള് സാർ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഹാഷ്മിക്ക് സാർ എന്ന പുതിയ നാമിട്ട് കൊടുത്തുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു തരാം മേഡം എന്നൊരു 250 തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി, എന്തിന്റെ അവസാനം എന്തുണ്ടാവും, ഒരു മുസ്ലിം ഉണ്ടാവും. ഇത് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് അങ്ങ് പറഞ്ഞ് ഇയാളുടെ ഒറ്റ വാക്ക് കൊണ്ടാണ് ഇപ്പൊ ഇയാള് നാണം കെട്ട് നാറാണക്കല്ലെടുത്ത് നിൽക്കുന്നത്. എന്തിനാണ് മോനെ അനാവശ്യമായിട്ട് ഇപ്പൊ ആ സൈഡിൽ കൂടെ പോയ മുസ്ലിങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ ഇതിലേക്ക് വലിച്ചഴിച്ചിട്ടുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കൊള്ള. അടിപൊളി, തുടർന്ന് കേൾക്ക. ഞാനതിന്റെ കാരണം പറഞ്ഞുതരാം. ഏകദേശം 4 വർഷത്തിന് മുന്നേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഞങ്ങളുടെ അത് വസ്തുവിൽ തന്നെ നാഗരുടെ പ്രതിഷ്ഠ അമ്പലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാഗർ പ്രതിഷ്ഠ അമ്പലത്തിനടുത്ത് തന്നെ വേണ്ട നിർത്തിക്കോളെ, അടുത്ത് തന്നെ ഒരു മുസ്ലിമിന്റെ വസ്തുവുണ്ട്. 128ാമത്തെ തവണയാണ് കേൾക്കുന്നത്. എല്ലാ ന്യൂസിലും എല്ലാ സമയത്തും കൊടുക്കുന്ന സാധനമാണ് 128ാമത്തെ. ഓർത്ത് വെച്ചോളിട്ടാ. ആ അരുവിയിൽ ഒരു മുസ്ലിമിന്റെ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ആൾക്കാരാണ് പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് അല്ലെ. ഓക്കെ, അടുത്തത് ഞാനിനി പറഞ്ഞു തരാം. ഇത് മരണമെന്ന് പറയാനായിട്ടും ഇത് മരണമല്ല, ഇത് സമാധിയാണ്. ഇത് സമാധിയാണ്. കോടതി പോയിട്ടേ പറയണം ഇത് സമാധിയാണ്, മരണമല്ല. അതുകൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ കഴിയില്ല. കോടതിയിൽ പോയിട്ട് ഈ ഒരു ഡയലോഗ് അടിച്ചിട്ടാണ് മൂഞ്ചി അങ്ങ് വന്നിരുന്നത്. അതായത് മരിച്ചു എന്നുള്ള സാധനം ദയവ് ചെയ്ത് ഞങ്ങൾ അംഗീകരിക്കില്ല. ജഡ്ജ് പറയുകയാണ് ഒരാൾ മരണപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, മരിച്ചിട്ടില്ല, സമാധിയാണ്. ഈ ഒരു സമാധിയിനുള്ളിൽ എന്താണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്കാനിങ് മിഷൻ ലക്ഷങ്ങൾ ചെലവാക്കി കൊണ്ടുവരും സർക്കാരിനോട്. ഒരു ശുപാർശ ഒന്നല്ല, ആ ഒരു കാര്യം അങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പിന്നെ സമാധി സർട്ടിഫിക്കറ്റ് അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ചേട്ടായിയുടെ ഒരു വൈബ്. അതാണ് നമ്മൾ അങ്ങോട്ട് വഴങ്ങിക്കൊടുക്കണം. നിയമ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വഴങ്ങിക്കൊടുക്കണം, ഇങ്ങോട്ടൊന്നും വഴങ്ങിക്കൊടുക്കില്ല. കാര്യമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറെയൊക്കെ കാണിച്ചത് തീരുമാനമാക്ക്. വെറുതെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ സാധനം ആക്കിയേക്കല്ലേ. ഇനി ഏറ്റവും വേറൊരു സാധനം, അതായത് ഒരാൾ സന്യാസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധിയാക്കാം, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് പറയണത്. ഒന്ന് കേട്ടോക്കെ. എന്റെ അച്ഛൻ കാവി മുണ്ടാണ് ധരിക്കുന്നത്, കാവി ഷർട്ടാണ് ധരിക്കുന്നത്, രുദ്രാക്ഷ അണിയുന്നവനാണ്. മരുത്തമലയിലെ ആശ്രമമുണ്ട്, അത് അയ്യാ വൈകുണ്ഠർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ശിവൻകോവിൽ പണിതിട്ടുള്ളത്. 30 വർഷത്തിനകത്ത് തന്നെയാണ് ഇതിന്റെ പഴക്കമുള്ളത് ഈ ക്ഷേത്രത്തിന്. എന്റെ പൊന്നു മോനെ, ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. ഇതൊക്കെ എന്ത് മാനദണ്ഡം? ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കോടതിയിൽ എന്ത് തെളിയിക്കാം? കോടതി പറഞ്ഞത് എന്താ? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലേ, പൊളിക്ക് എന്നാ പറയുന്നത്. ഇതിൽ ഒരു നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറയല്ലേ. VHP ഒക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. VHP ഒക്കെ കുടിയിലെത്തി പൊന്നു മോനെ, അതൊക്കെ എപ്പോഴോ വീട്ടിലെത്തി. ഈ ഒരു വിഷയത്തിൽ കോടതി ഇടപെട്ടപ്പോ തന്നെ ആൾക്ക് മനസ്സിലായി ഇത് പണിയാണെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. അതിൽ വെറുതെ എന്തിനാണ് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് നിൽക്കുന്നത്?
ഇത് 21-ാം നൂറ്റാണ്ടാണ്, ഒരുപാട് നിയമങ്ങളുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്, VHP ആണോ ഭരണഘടനയ്ക്ക് മുകളിൽ എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. കണ്ടിന്യൂ. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എന്താണ് ഈ നാട്ടിലെ നിയമമെന്നോ അത് അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നോ മനസ്സിലാകുന്നില്ലേ? അറിയാം. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോ നിക്കണം മേഡം, ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആദ്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് വിട്ടു തരണം. കാര്യം എന്ന് പറയുമ്പോൾ ഈ 4 വർഷത്തിന് മുന്നേ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് മുസ്ലിങ്ങൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കളക്ടർ ഓഫീസിൽ പരാതി പോയിട്ടുണ്ട്. എല്ലാതും മുസ്ലിമിന്റെ നെഞ്ചത്തോട്ടാണല്ലേ ഈ കൊണ്ടുവെക്കുന്നത്. എന്റെ പൊന്നു മോനെ, നിന്റെ ഒരൊറ്റ നാക്ക് കൊണ്ടാണ് നീ ഇപ്പൊ നാമം കെട്ടിരിക്കുന്നത്. നിന്റെ ഫാമിലി മുഴുവൻ ഈ രീതിയിലായി പെട്ടത് നിന്റെ നാക്ക് കൊണ്ടാണ്. നീ പൊട്ടത്തരം പറഞ്ഞിരുന്നത് കൊണ്ടാണ്. എന്തിനാണോ എല്ലാത്തിന്റെ അവസാനം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ മുഴുവൻ കണ്ടതാ. ഈ ഒരു വിഷയത്തിൽ എനിക്ക് സല്യൂട്ട് അടിക്കേണ്ട ഒരു ടീമുണ്ട്. അത് ഇവിടെയുള്ള മീഡിയാസ് ആണ്. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഇതിൽ മുസ്ലിം വർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിച്ചപ്പോൾ അത് പൊളിച്ചടക്കിയ എല്ലാ മാധ്യമങ്ങൾക്കും സല്യൂട്ട്. അതിവിടെ ഈ സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വേറൊരു സമയത്ത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് ആ മുസ്ലിംകാർ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ഇഞ്ചിക്കിന്റെ മുസ്ലിം ലീഗെ നിങ്ങൾ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നിലും പെടാത്ത മുസ്ലിം ലീഗ് ഇതിൽ പെട്ടുപോയേനെ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛനാണോ ഇനി അമ്മയാണോ ആരാണോ കൊടുത്തെന്നറിയില്ല, നല്ല വർഗീയത കലക്കി അങ്ങോട്ട് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കുടിച്ചിട്ടുണ്ട്, അതിങ്ങനെ പുറത്തൊക്കെ ഛർദ്ദിക്കുന്നുണ്ട്. അടിപൊളി. ഈ മനോഭാവത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണേ. എന്നാലേ ഞങ്ങൾക്കത് പൊളിച്ച് അതിലാളുണ്ടോ, നിങ്ങൾ അയാൾ എന്താ ചെയ്തതെന്ന് അറിയുള്ളൂ. ഈ മനോഭാവത്തിൽ തന്നെ തഥാസ്തു അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ പോലും സംശയം ഉണ്ടാകുന്നിടത്ത് നിങ്ങൾക്ക് അതിൽ വ്യക്തത വരണമെന്ന് തോന്നുന്നില്ലേ? മേഡം, ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ സമാധിയാകുന്നതിന് തൊട്ടു മുന്നേ 3 ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3 ദിവസത്തിനത് സമാധിയാവും എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയോട് പറഞ്ഞിട്ട് എന്താ പൊന്നു മോനെ കാര്യം? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരോട് പറഞ്ഞാലും ജനങ്ങൾ ഇപ്പോ അതൊരു വേറെ രീതിയിലാണ് എടുക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ പറയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ, ഒരു വീഡിയോ എങ്കിലും എടുത്ത് വെച്ചിരുന്നെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചേനെ. വെറുതെ അമ്മയുടെ തലയിലോട്ട് അത് വെച്ചു കൊടുക്കല്ലേ. ഞങ്ങൾക്ക് ഇനി അതും കൂടി താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പറഞ്ഞത് അവരുടെ ആവശ്യം നോട്ടീസ് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോടതി എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ നടന്നോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നില്ലെന്നും പറഞ്ഞു. അവർ പറയില്ല, അതങ്ങനെ അവർ പറയില്ല. ഹിന്ദു ഐക്യവേദി അങ്ങനെ പറയില്ല, ഹിന്ദു സംഘടനയും അങ്ങനെ പറയില്ല. സത്യം പറയാച്ചാ ഈ ഒരു ഭാഗം കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമം തോന്നിട്ടോ. ഇത്ര നേരം നമ്മളതൊരു തമാശ എന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഭാഗം അയാൾ അത്ര നിഷ്കളങ്കനാണ് എന്നുള്ളൊരു കാര്യമാണ്. ബുദ്ധിയില്ലായ്മ ഒരു തെറ്റൊന്നല്ലല്ലോ അല്ലേ? അതായത് കാര്യമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊന്നുമില്ല. വീടിനകത്ത് തന്നെ മൂടി ഇരുത്തി ആ അച്ഛനോ ആരോ പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ, വർഗീയതയൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് ഒരു മനുഷ്യൻ, 2 മക്കള് ഈ രീതിയിൽ ജീവിക്കുക. അതില് അവയാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആളിരിക്കുകയാണ്. VHP ഒക്കെ ഇവിടുന്ന് പൊടിയും തട്ടി എപ്പോഴോ വീട്ടിലെത്തി. VHPയുടെ നിലപാട് എന്താണെന്നറിയോ? കോടതിയിൽ നിന്ന് വരുന്ന പേപ്പർ എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കട്ടെ, ഞങ്ങൾ ഇതിൽ ഇടപെടലുകൾ നീ നടത്തില്ല എന്നാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ഇയാൾ കാത് കേട്ടപ്പോൾ സങ്കടം തോന്നി, അത് കാരണം ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കോടതി ഉത്തരവുള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കോടതി ഉത്തരവ് വന്നില്ലല്ലോ. കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ. നാളെ കല്ലറ പൊളിക്കാൻ അധികൃതർ നീങ്ങുന്നു എന്നതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇല്ല, അങ്ങനെ അങ്ങനെ വരൂല. അല്ലെ, എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ശരിയും തെറ്റും ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനയും അവര് തീരുമാനിക്കും, ശരിയും തെറ്റും. നിങ്ങളത് മനസ്സിലാക്കിട്ട് പൊന്നു മോനെ, കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ പൊളിക്കാൻ വന്നാൽ അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? കോടതിയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത്. ജനങ്ങളെയൊക്കെ അറിയിച്ച് ഒരു സദ്യയൊക്കെ കൊടുത്ത് നല്ല വൃത്തിക്ക പരിപാടി നടത്തിയതെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിലിരുന്ന ഒരാൾ ഇതൊക്കെ ആളുകൾക്ക് വിളിച്ച് അറിയിച്ചു തന്നതും കൂടി നിങ്ങളെ ആരറിയിച്ചിട്ടാണ് മീഡിയാസ് അറിഞ്ഞെന്നാണ് വിചാരിക്കുന്നേ? ഇവിടെ റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ വിളിച്ച് പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം.
ഊളത്തരങ്ങൾ ചെയ്യുമ്പോൾ, പൊട്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ, ഇയാൾക്ക് നല്ല സുഹൃത്തുക്കൾ എന്നല്ല ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. ഇതിൽ അമ്മയാണെങ്കിലും ഇതേ ആത്മീയതയുടെ ആ ഒരു അന്ധകാരത്തിൽ കൊണ്ട് ജീവിക്കുന്നു. 3 ആൾക്കാർ, ആ വീട്ടിലത്തെ എല്ലാവരും അതേപോലെ തന്നെ. പിന്നെ ഇവരുടെ വീട്ടിൽ ഒരു ബന്ധവുമില്ലാത്ത ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ പൊടിയും തട്ടി പോയി മോനെ. ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നാഗ നാറും. അവർ പറഞ്ഞത് നോട്ടീസ് കൊടുക്കണം എന്നത് മാത്രമായിരുന്നു അവരുടെ നിലപാട്. ബാക്കിയൊക്കെ പറയുന്നത് കുടുംബാംഗങ്ങളല്ലേ, അതിന്റെ ഉത്തരവാദിത്വം അവർക്കില്ലെന്നാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അവര് തീരുമാനിക്കും, ഹിന്ദു ഐക്യം വേണ്ടി പറഞ്ഞു എന്നൊക്കെ. ഈ മുസ്ലിങ്ങൾ ഹിന്ദു ക്ഷേത്രത്തില് അതിക്രമിച്ച് കയറിയത് ശരിയാണെന്നാണോ പറയുന്നത്? ഇതിന്റെ പൊന്നു മോനെ, ഇയാൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇയാളുടെ ആവശ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഇതിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വരുത്തി തീർത്തി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കാര്യത്തിന് ഒരു സ്റ്റേ വരുമെന്ന് വിചാരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ VHP കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഊളത്തരം പറയല്ലേ, എന്തൊക്കെ മണ്ടത്തര വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊട്ടത്തരങ്ങൾ, വാ തുറന്ന് സംസാരിക്കുമ്പോൾ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മാത്രമാണ്. മറ്റുള്ള ആളുകൾ അതിൽ വിശ്വസിക്കില്ല. ഇത് 21-ാം നൂറ്റാണ്ടാണ്. അന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പൊളിച്ചു മാറ്റേണ്ടത് പൊളിച്ചു മാറ്റുക തന്നെ വേണം. അതിൽ അദ്ദേഹം ഉണ്ട് എങ്കിൽ കൃത്യമായി അന്വേഷണം നടക്കുക തന്നെ വേണം. അതൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് മാത്രമാണ് അതൊരു സമാധി. മറ്റുള്ള ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലൊക്കെ ഓരോ മനുഷ്യന്മാർക്കും ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിക്കും ഓരോ മൗലികാവകാശമുണ്ട്. ആ മരണപ്പെട്ട ആൾക്ക് പോലും മൗലികാവകാശമുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും രേഖയായി വച്ചിട്ടില്ല എങ്കിൽ നിയമത്തിന്റെ മുന്നിൽ അത് തെറ്റ് തന്നെയാണ്. ഈ ഊളത്തരയൊന്നും നമ്മുടെ നാട്ടുകാർ അനുവദിച്ചു തരില്ല. ഓക്കെ, ഞാനിത് മുൻകൂറായി വെക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഈ ഒരു വീഡിയോ കണ്ട് കണ്ടന്റിന് തെണ്ടി അവസാനം ഭ്രാന്ത് പിടിച്ചതിന് തുല്യമായി. കാരണം ഇയാൾ ഒരു വാക്ക് ഒരു വീഡിയോയിൽ ഉപയോഗിക്കുന്നത് 100-150 തവണയാടോ. അതുകൊണ്ടാണ്, വേറൊന്നും കിട്ടില്ല. അപ്പോൾ അതാ പോയിരിക്കുന്നു. നമുക്കെന്തായാലും ഇനി അത് പൊളിക്കുമോ പൊളിക്കില്ലയോ എന്നുള്ള കാര്യം അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ നിൽക്കുകയാണ്. അത് പൊളിക്കട്ടെ, ആ ദുരൂഹത നീങ്ങട്ടെ. വേറൊന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരേക്കും സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.